പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഈ ജൂലൈ മാസം 29-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ. കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ആമേൻ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം അപ്പ, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, ആ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ കരങ്ങൾ ഉയർത്തി പറയാം, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കുമുള്ളതാകുന്നു. എൻ്റെ കർത്താവിൻ്റെ കരുണ എന്നോടുള്ളത് വലുതാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ എന്നോടുള്ളത് വലുതാകുന്നു. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ, ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് നല്ലവനാകുന്നല്ലോ. കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. അല്പസമയം കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ 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 സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. 50-ാം സങ്കീർത്തനം പറയുന്നു, അതിൻ്റെ 14-ാമത്തെയും വാക്യത്തിൽ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്നെ നേർച്ച കഴിക്കുക. അതിൻ്റെ 23-ാമത്തെ വാക്യം പറയുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പം ഈ പ്രഭാതത്തിൽ നമുക്കും അല്പസമയം കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവെ, ഈ മാസത്തിൻ്റെ 29-ാമത്തെ ദിവസത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുമ്പോൾ കർത്താവെ, കഴിഞ്ഞ 29 ദിവസവും അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം. രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ കൈകളെ ഉയർത്തി പറഞ്ഞ് യേശു നല്ലവനാകുന്നു, അങ്ങയുടെ സ്നേഹം വലുതാകുന്നു. ഞങ്ങളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് കർത്താവേ, ഇന്ന് അത്ഭുതത്തിൻ്റെ സൗഖ്യം, അത്ഭുത സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. പ്രത്യേകിച്ച് കാൽമുട്ടുകൾക്ക് തേയ്മാനം വന്ന് അവൻ നിരന്തരമായി കാൽമുട്ടുകൾക്ക് വേദന അനുഭവിക്കുന്നു, സ്റ്റെപ്പുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, നടക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആ കാൽമുട്ടുകളിലേക്ക് കൈകൾ വിശ്വാസത്താൽ നീട്ടി പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. 2 കാൽമുട്ടുകളിലേക്കും ദൈവത്തിൻ്റെ അസാധാരണമായി സൗഖ്യമാക്കുന്ന ശക്തി വ്യാപരിക്കട്ടെ. പൂർണ്ണ സൗഖ്യം ആ കാലുകളിൽ വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആ കാലുകളിൽ പൂർണ്ണ സൗഖ്യം വന്നതിനായിട്ട് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, തന്നെ കുഞ്ഞുങ്ങളുടെ സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം. ആമേൻ. കർത്താവെ, ഇന്ന് പകൽ ഫൈനാൻഷ്യലായി ക്രൈസിസ് നേരിടുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആമേൻ, കഷ്ടങ്ങൾ പ്രയാസങ്ങൾ നേരിടുന്നവർ, ഇന്ന് അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. ആവശ്യമായ ജ്ഞാനവും ബുദ്ധിയും വിവേകവും കൊടുക്കണം. പുതിയ അഡ്മിഷനുകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തിരിഹിതമാകുന്നിടത്ത് കർത്താവെ അവർക്ക് അഡ്മിഷൻ ലഭിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിനായി സ്തോത്രം. തിരിഹിതമാകുന്നിടത്ത് അഡ്മിഷൻ ലഭിപ്പാൻ കർത്താവ് സഹായിക്കണം. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ മറ്റ് ആവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരുണ്ട്. കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഭാരപ്പെടുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കട്ടെ. ആമേൻ. കുടുംബജീവിതം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽ ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർത്ത് സ്തോത്രം. കർത്താവരെ അനുഗ്രഹിക്കുകയും ആദരിക്കുകയും മാനിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. മഹത്വപൂർണ്ണമായി തീരട്ടെ. വലിയ ദൈവത്തിൻ്റെ ഗ്ലോറി ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അനേകർ അതിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ കർത്താവ് നിങ്ങളെ പൊതിയുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആമേൻ വലിയ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിങ്ങളെ ഇന്ന് കർത്താവ് മറയ്ക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രഭാതത്തിൽ ഓർപ്പിക്കാനുള്ള ഒരു പ്രധാന കാര്യം, വൈകിട്ട് നമുക്ക്
മീറ്റിംഗ് ഉണ്ട് ഇന്ത്യൻ സമയം 9:30-ക്കാണ്. രണ്ടാമത്തെ കാര്യം, വെള്ളിയാഴ്ച സഭായോഗം. അതുപോലെ ശനിയാഴ്ച മാസത്തിൻ്റെ ആരംഭ ദിവസമാണ്. ഇവിടെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി നമുക്ക് ഉപവാസ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയും ഉപവാസവും. മാസത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് അത് ആ മാസത്തിൻ്റെ വാതിലാണ്. അപ്പം നമുക്ക് കർത്താവിനെ ആരാധിച്ച് സ്തുതിക്കുവാനും ദൈവവചനം കേൾക്കുവാനും ആ പുതിയ മാസത്തിലേക്ക് കർത്താവിൻ്റെ ആലോചനകളെ സ്വീകരിച്ച് പ്രവേശിക്കുവാൻ കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ എല്ലാവരും അതിനുവേണ്ടിയും നിങ്ങളെ തന്നെ ഒരുക്കുക. ശ്രദ്ധിക്കുക, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. ഇതാണ് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത്. പിശാചിന് നമ്മൾ ഇടം കൊടുക്കരുത്. ഈ ഇടമെന്ന് പറയുന്ന വാക്ക് ഒരു വാതിൽ എന്നാണ്, അല്ലെങ്കിൽ ഒരു സ്പേസ് എന്ന ആശയം ഉൾക്കൊള്ളുന്നു. അല്ലെങ്കിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു കാൽ വെക്കാനൊരു അവസരം, അല്ലെങ്കിൽ ഒരു വാതിൽ എന്ന ആശയമാണ് അവിടെ പ്രധാനമായിട്ട് കാണുന്നത്. ഒരു ചെറിയ അവസരം പോലും കൊടുത്താൽ ശത്രു അതിനെ വലിയ നാശത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ദോഷത്തിലേക്കും കൊണ്ടുപോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അപ്പോസ്തലനിലൂടെ പറഞ്ഞത് പിശാചിന് എന്ത് ചെയ്യരുത്, ഇടം കൊടുക്കരുത്. നമ്മളെല്ലാ രാത്രിയിലും കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീടിൻ്റെ വാതിലുകളെ നമ്മൾ അടയ്ക്കും. നമ്മുടെ മുറ്റത്തുള്ള മതിലിൻ്റെ ഗേറ്റ് നമ്മൾ അടയ്ക്കും. എന്തിനു വേണ്ടിയാ? ദുഷ്ടൻ, ശത്രുവാകുന്നവൻ, കള്ളനാകുന്നവൻ അകത്ത് കയറാതിരിക്കാനാണ്. പഴയ കാലത്തൊക്കെയാണ് കാട്ടുമൃഗങ്ങൾ അകത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡോറുകളും എല്ലാം ശരിയാവണ്ണം പൂട്ടിയിടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീക ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ വാതിലുകളുണ്ട്. ശത്രുവിന് പ്രവേശിക്കാൻ കഴിയുന്ന വാതിലുകളുണ്ട്. അപ്പോൾ ആ വാതിലുകൾ തുറന്നു കിടന്നാൽ എന്തു പറ്റും? ശത്രുവാകുന്നവൻ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ദോഷം ചെയ്യുകയും ചെയ്യും. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 10:10, കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും അറപ്പാനും നശിപ്പിപ്പാനും അല്ലാതെ മറ്റൊന്നിനുമല്ല. അപ്പോൾ അതുകൊണ്ട് ചോദ്യം, നമ്മുടെ വാതിലുകൾ നമ്മൾ അടച്ചിട്ടുണ്ടോ? ആത്മീക വാതിൽ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ശത്രുവിൻ്റെ പദ്ധതികൾ നടക്കുന്നതിൻ്റെ പിൻപിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആ വാതിലുകളെ അടച്ചിട്ടിട്ടുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. നമ്മുടെ ആത്മീക വാതിലുകളെ നമ്മൾ അടച്ചിട്ടുണ്ടോ? പിശാചിന് തുറന്നു കൊടുക്കുന്ന ചില വാതിലുകളുണ്ട്. പിശാചിനെ നമ്മൾ തുറന്നു കൊടുക്കുന്ന ചില ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ക്ഷമിക്കാത്ത ഹൃദയം. നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും പക വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ അവരോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ എന്തു പറ്റും? നമ്മൾ ക്ഷമിക്കാതെ പിടിച്ചു വെച്ചാൽ അത് ശത്രുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനൊരു വാതിലാണ്. അത് എപ്പോഴും ഓർത്തോണം. ക്ഷമിക്കാത്ത ഹൃദയം ശത്രുവിന് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വാതിലാണ്. കോപം, എപ്പോഴും ഈ കോപിക്കുന്ന സ്വഭാവം. അതുകൊണ്ടാണ് പറഞ്ഞത്, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഈ മുൻകോപവും അതുപോലെ തന്നെ നമ്മൾ നിരന്തരമായി കോപം വെച്ചുകൊണ്ടിരിക്കുന്നതും ശത്രുവിന് തുറന്നു കൊടുക്കുന്ന ഒരു വാതിലാണ്. ഇനിയും പാപത്തിൽ നമ്മുടെ ജീവിതത്തിൽ കിടക്കുമ്പോൾ പാപത്തിന് വിട്ടുവീഴ്ച ചെയ്യുന്നത്, സാരമില്ല, അതൊരു ചെറിയ പാപമല്ല ഉള്ളൂ, അല്ലെങ്കിൽ അതൊരു ചെറിയ കള്ളമല്ലേ, അതൊരു വിഷയമല്ല എന്ന് പറഞ്ഞ് നമ്മുടെ പാപത്തെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ അതെന്തുവാ? ശത്രുവിന് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുന്നതിന് തുല്യമാണ്. അതുപോലെ അഹങ്കാര ഹൃദയം ശത്രുവിന് വാതിൽ തുറന്നു കൊടുക്കുന്നു. നമ്മുടെ കണ്ണുകൾ, അനാവശ്യമായ കാര്യങ്ങൾ നമ്മുടെ കണ്ണുകളിലൂടെ നമ്മൾ കാണുമ്പോൾ അതും എന്താണ്? ശത്രുവിന് വാതിൽ തുറന്നു കൊടുക്കുന്നതിന് ഇടയായിത്തീരും. അതുപോലെ അനാവശ്യമായി കേൾക്കുന്നത്, അനാവശ്യമായി പറയുന്നതെല്ലാം തന്നെ ശത്രുവിൻ്റെ വാതിലുകളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഈ വാതിലുകളെ കൊട്ടി അടയ്ക്കണം. ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വീട്ടിൽ കള്ളം കയറി. അപ്പോൾ ആരാണ്ട് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ ഡോർ അടച്ചിട്ടില്ലായിരുന്നു? അയ്യോ, എൻ്റെ ബ്രദറെ 1 മണിക്കൂർ അടയ്ക്കാൻ താമസിച്ചു പോയി, അപ്പോഴത്തേന് കയറി. ഇതുപോലെ അല്പസമയം തുറന്നിട്ടാൽ പോലും എന്ത് പറ്റും? കള്ളം കയറാൻ സാധ്യതയുണ്ട്. കള്ളം കയറി നമ്മളെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, പിശാചിനിടം കൊടുക്കരുത്. കായീൻ കോപത്തിൻ്റെ വാതിൽ തുറന്നു. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാ എന്താ ചെയ്തത്? ദ്രവ്യ ആഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു. അനന്യാസും സഫീരയും വാതിൽ തുറന്നു കൊടുത്തു. ഇവരുടെ എല്ലാം ജീവിതത്തിൽ ശത്രു നാശം വിതച്ചു. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും നമ്മളും വാതിലുകൾ തുറന്നിടരുത്. അനാവശ്യമായി ശത്രുവിന് കയറി പ്രവർത്തിക്കാൻ തക്ക രീതിയിൽ വാതിലുകളെ തുറന്നിടാതെ ദിവസവും പ്രാർത്ഥിക്കുക. ദൈവവചനത്താൽ മനസ്സിനെ നിറയ്ക്കുക. ഉടൻ തന്നെ ക്ഷമിക്കുക. നമ്മൾ തന്നെ ചിന്തിക്കുക, എൻ്റെ ജീവിതം എവിടെയെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഉറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കത്തില്ല, ബാക്കിലത്തെ ഡോർ അടച്ചിട്ടുണ്ടോ, ഫ്രണ്ടിലത്തെ ഡോർ അടച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ ഓരോ ദിവസവും വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത്, കർത്താവേ, എവിടെയെങ്കിലും വാതിൽ തുറന്ന് കിടപ്പുണ്ടോ? ഇന്ന് പകൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ശത്രുവിന് വാതിൽ ഞാൻ തുറന്ന് കൊടുത്തായിരുന്നു, അതടയ്ക്കണം. അതടയ്ക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിൻ്റെ വാതിൽ നമ്മൾ അടയ്ക്കാൻ മറക്കാറില്ല. അതുപോലെ തന്നെ ശത്രു പ്രവേശിക്കുവാൻ സാധ്യതയുള്ള വാതിലുകളെ കണ്ടെത്തി കർത്താവ്
അത് ദൈവത്തിൽ ആശ്രയിച്ച് അത് അടയ്ക്കുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ശത്രുവിന് ഇടം കൊടുക്കരുത്. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരങ്ങൾ ഉയർത്തിപ്പറ. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. നമ്മൾ നമ്മളുടെ തന്നെ ശോധന ചെയ്യുക. നമ്മുടെ വീടിൻ്റെ വാതിലുകൾ അടഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളാ നോക്കട്ടെ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ശത്രുവിന് കയറാൻ സാധ്യതയുള്ള എന്തെങ്കിലും വാതിലുകൾ തുറന്നു കിടപ്പുണ്ടെങ്കിൽ അത് നമ്മൾ അടയ്ക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.